ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമുക്ക് വല വലിക്കാൻ പോവാം. മീൻ എന്തുമാത്രം ഉണ്ട് എന്നൊന്നും അറിയാൻ മേല. നമുക്കൊന്ന് പോയി വലയെടുക്കാം. വാ. നമ്മൾ അടിച്ചനക്കിയ മുളയുടെ ചുവടെല്ലാം പൊട്ടിപ്പോയി. വെള്ളത്തെ ഇട്ട് ഇപ്പം അടിക്കുകയല്ലേ. നമുക്ക് ഈ മാവിലിട്ട് ചാരി വെച്ചിട്ടു വല കെട്ടിയെടുത്തൊന്ന് വല അഴിച്ച് നമ്മൾ നേരെ എടുക്കാം. കൊണ്ട് ഉടക്ക്, അതിന് യാതൊരു കുഴപ്പമില്ല. ഈ മരത്തെ നിന്നൊക്കെ വീഴുന്നതാണ്. പറമ്പ് മീനൊന്നുമില്ല. മീനുണ്ട്, മീനുണ്ട്. തൂളിയാണ് ഇന്ന് ഫസ്റ്റിലേ കിട്ടുന്നത്. കണ്ട് മഞ്ഞക്കുരി ഇതുണ്ട്. ഇന്നും അമ്പലത്തിലെ ഉത്സവത്തെ പ്രമാണിച്ച് ഇന്നും റെക്കോർഡിട്ടിട്ടുണ്ട്. അതാണ് നമ്മളെ കേൾക്കുന്നത്. വീണ്ടും ഒരു തുള്ളിയുടെ കിട്ടി. ഈ വല വലിച്ചു തീരുക. നമ്മൾ ആദ്യത്തെ വലയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മീനില്ല. ഈ വല വലിച്ചു തീർന്നു. നമ്മൾ ഈ വല മീൻ കുറവായത് കാരണം നമുക്ക് ഈ വലയിലെ മീൻ എടുക്കാം. ഇത് മഞ്ഞക്കുരിയിലെ തന്നെ എടുക്കാം. പിടിച്ചത് മഞ്ഞക്കുരി നമുക്ക് ആദ്യം എടുക്കാം. യാതൊരു നഷ്ടമായിട്ട് ഉടക്കിയിരിക്കുക. അതിനെ കൂടി ഇട്ടപ്പോൾ ആ തുളി കിടന്ന് ചാടി കാരണം വീണ്ടും അത് വല കയറി. ഇതിലെ മീനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വല കെട്ടി അങ്ങ് മാറ്റാവില്ല. ഒന്നാമത്തെ കാര്യം, വള്ളത്തിന് വിടവില്ല. നമുക്കൊരു വലിയ വള്ളം എടുക്കാൻ പ്ലാനും ഒക്കെ ഉണ്ട്, പക്ഷെ സാമ്പത്തികം കൂടെ അത്രയും കൂടെ അനുവദിക്കുന്നില്ല. ഏതായാലും വള്ളം എടുക്കണം, എന്നാ ഒക്കത്തില്ല. ഒരു വലയിൽ ഇത്ര മീനേ ഉള്ളു. അത് നമ്മളെ വള്ളത്തിൻ്റെ പടിയുടെ അടിയിലോട്ട് മാറ്റിയിടുക. ആറ്റിൽ വേറെ വല ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, കണ്ടോ, അവർ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത വർഷം വല നമുക്ക് വലിക്കാം. അതിനുള്ള സെറ്റ് ചെയ്യട്ടെ. നമ്മൾ അടുത്ത കഷ്ണം വല വലിക്കുക. വേണ്ട, അതിനൊരു രൂപ ഇടയ്ക്കിട്ടുണ്ട്. ഇതിലും മുടക്കുണ്ട്. രാവിലെ ചെറിയ മഞ്ഞുണ്ട്, ഉണ്ടോ, വെള്ളത്തിൻ്റെ മേളിൽ പുക പോലെ വരുന്നുണ്ടോ. ഇതിലൊരു തുളി
വീണ്ടും വല ഉടക്കിയിരിക്കുക. മീനുമുണ്ട്. മീന് വല കീറുക. അവിടെ ഉൾപ്പെടെയാ പോരും തോന്നുന്നു. ഏതായാലും വല കുറച്ച് കീറിയാ വന്നത്. ഇതുണ്ടോ കോള വരുന്നുണ്ട്. പുളിയാ. ഒരു കുറുവ, അല്ല കീറൻ കുറുവയാ കണ്ടോ. വലയും വലിച്ചു തീരാറായി. ഒരു തുണിയുടെ ഒരു തുണിയുടെ കിട്ടി. നമുക്കിത് വല കെട്ടി വെക്കാം. മീൻ നമുക്ക് വീട്ടിൽ ചെന്നിട്ടെടുക്കാം. നമുക്ക് അകത്തിട്ടിരിക്കുന്ന വലയുടെ വലിക്കാം. ഇതുവരെയായിട്ടും ഇതേ മീൻ കിട്ടിയില്ല. ഇതിങ്ങനെ കറക്കി കറക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് വല കിടക്കുന്ന വശം വഴി തന്നെ നമ്മൾ വള്ളം പോകണം. ആദ്യത്തെ ഒരു തുണി കിട്ടി. അതുപോലെ മീൻ ഇവിടെ കുറവായിരുന്നു. പിടിച്ച് നോക്കാം നമുക്ക്. ഇത്രയും പോലെ നമ്മൾ വലിച്ചിട്ടൊരു തൂളിയാണ് കിട്ടിയിരിക്കുന്നത്. സാവ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? വാ ഇടയ്ക്ക്. ഞങ്ങള് ഇന്ന് വലയിട്ടിട്ട് റെഡിയാ. കേട്ടോ, ഇതും കിട്ടിയില്ലേ? അല്ല കീറിപ്പോയി. ഒത്തിരി കീറിയോ? സാബുവിന്റെ വല വീശി ഉടക്ക വീണു, വല കീറിപ്പോയെന്നാ പറയുന്നത്. കാരണം ഒന്നും കിട്ടിയില്ല. നമുക്ക് മീനിന്ന് കുറവാണ്. സാബുവിന് മീൻ കിട്ടിക്കാണുമെന്നാ പ്രതീക്ഷിച്ചു. പക്ഷെ അവന്റെ വല കീറിപ്പോയി, ഉടക്ക വീണ്.
ഒരു കുറുവായുടെ കിട്ടി. നമ്മുടെ കൂട്ടുകാരൻ ഇന്നും വലയിട്ടിട്ട് പോകുന്നുണ്ട്. കൂട്ടുകാരന് വല്ലതും കിട്ടിയല്ലോ നമുക്ക് നോക്കാം. കഴിഞ്ഞു ഇറക്കി നിന്ന് ജിമോൻ സാർ ചോദിക്കുന്നു കഴിഞ്ഞു എന്ന് വലയിട്ട് എടുത്ത്. എന്തോ ശൗരിയാർക്ക് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്, ഒരു സൂപ്പർ കരിമീൻ. ഒരു കരിമീനേ ഉള്ളു, ഒരു പൂളകൻ. അടിപൊളി കരിമീനാണ്. നമ്മള് കൂട്ടുകാരനെ ഇക്കരെ വിളിച്ച് ആ ഒരു കരിമീൻ കരക്കി ജിമോൻ സാറിന് വേണമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവുക. അപ്പൊ നമ്മള് വല വലിച്ചോണ്ടിരിക്കുകയാണ്. ഒരു കുറുവയുണ്ട്, വല തീർന്നു. നേരെ ഉള്ളിലോട്ട് ചെന്നിട്ട് മീൻ എടുക്കാം. ഇതുവേ ആറ്റിൽ മീൻ കുറവാണ്. എന്നാൽ ചില ദിവസം വലയിടുമ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ മീൻ കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ വള്ളത്തെ വെച്ച് തന്നെ മീൻ എടുക്കാം. നമ്മൾ മീനെടുത്ത് തീരുക. ആകെ നല്ലതുപോലെ കയറി ഉടക്കിയിരിക്കുക. നമ്മൾ ലാസ്റ്റ് മീനും എടുത്ത് ഈ വലയുടെ നമുക്ക് ചൂന കെട്ടി വെക്കാം. നമുക്ക് ഇന്നും തരക്കേടില്ലാതെ മീൻ കിട്ടിയിട്ടുണ്ട്. വേണ്ടോ, പുളിയാ ഇന്ന് കൂടുതൽ. വേണ്ട, ഒരു മഞ്ഞക്കുരി അല്ല, മുഴുത്ത തൂളിയ. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഏതായാലും ഈ സമയത്ത് മീൻ കുറവുള്ള സമയമാണ്. ഇത്ര മീൻ നമുക്ക് കിട്ടിയല്ലോ. ഏതായാലും കറി വെക്കാനും കൂടുതൽ മീനാണ്. നല്ല സൂപ്പർ തൂളിയാണ്, മുഴുത്ത തൂളി.